നന്ദി ശ്രീ ഇ.ടി. മുഹമ്മദ് ബഷീർ പ്രതികരിച്ചതിന്. വീണ്ടും ഷംസീറിലേക്ക്. ഷംസീർ, അവിടെ ജനപ്രതിനിധികളും ജനങ്ങളുമൊക്കെ പ്രതികരിക്കുന്നത് ഇനി മേൽപ്പാലമല്ലാത്ത മറ്റൊരു ഓപ്ഷൻ അവിടെ സാധ്യമാവില്ല. അത് നേരത്തെ തന്നെ ഈ കമ്പനികളടക്കം പറഞ്ഞതാണ്. അത് കേൾക്കാത്തതിൻ്റെയോ അല്ലെങ്കിൽ അത് കണക്കിലെടുക്കാത്തതിൻ്റെയോ ഒരു ദുരന്തമോ പരിണിത ഫലമോ ആണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. അപ്പോൾ ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്ന കാര്യത്തിൽ ഈ നാട്ടുകാരുടെയൊക്കെ പക്ഷം എങ്ങനെയാണ്? സേഫു, മേൽപ്പാലമല്ലാതെ മറ്റു മാർഗങ്ങൾ അംഗീകരിക്കില്ല എന്ന് പ്രദേശവാസികൾ പറയാൻ കൃത്യമായ കാര്യമുണ്ട്. കാരണം ഇവർക്കാണ് ഇതിന്റെ ഒരു ഭൂമിശാസ്ത്രം എന്താണ് എന്നുള്ളത് അറിയുക. ഈ പ്രദേശത്തെ ഈ ഭൂമിക്ക് അല്ലെങ്കിൽ മണ്ണിന് എത്രമേൽ ശക്തിയുണ്ട്, എത്ര ഭാരം വഹിക്കാനുള്ള കെൽപ്പുണ്ടെന്നൊക്കെ ഇവർക്ക് കൃത്യമായി തന്നെ അറിയാം. അതുകൊണ്ടാണ് അവർ മേൽപ്പാലമല്ലാത്ത മറ്റൊരു ഓപ്ഷനും സ്വീകരിക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ അപകടത്തിന് ശേഷം ഞാനൊരു കാഴ്ച കാണിക്കാം. ഇവിടെ ഈ മണ്ണ് കൂനയായി പൊങ്ങിയിരിക്കുന്ന കാഴ്ച കുറച്ച് അപ്പുറത്തേക്കാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ദേശീയപാത ഉള്ളായിരുന്ന ഭാഗം അത്രയും ഭാരം വരുന്നു, അത് താഴേക്ക് അമരുന്നു. മറ്റൊരു ഭാഗത്ത്, വയലിന്റെ മറ്റൊരു ഭാഗത്ത് മണ്ണ് കൂനയായി മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉറപ്പേ ഈ മണ്ണിനുള്ളൂ. അവിടെയാണ് ഇത്ര വലിയ ഉയരത്തിൽ വലിയ ഭാരത്തിലുള്ള റോഡിന്റെ സാമഗ്രികൾ, ഈ കല്ലാണെങ്കിലും കോൺക്രീറ്റ് ആണെങ്കിലും ടാറിങ്ങും ഒക്കെ നടത്തിയത്. അപ്പോൾ ഇനി മേൽപ്പാലമല്ലാതെ മറ്റൊരു മാർഗം അവലംബിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുകയാണ് പ്രദേശവാസികൾ. അങ്ങനെ വീണ്ടും ഇതേ മാർഗത്തിൽ തന്നെ റോഡ് നിർമ്മിച്ചാൽ അത് മറ്റൊരു ദുരന്തത്തിലേക്ക് കൂടി വഴിവെക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം, ഇവിടെ വലിയൊരു അപകടത്തിൽ നിന്നാണ്, ആളപായമില്ലാതിരുന്നതിന് വലിയൊരു ഭാഗ്യമാണ്. കാരണം വാഹനങ്ങൾ നിരന്തരം കടന്നു പോകുന്ന സമയത്തുണ്ടായ അപകടമായിട്ട് പോലും ആർക്കും പരിക്കേറ്റില്ല, ആളപായം ഉണ്ടായില്ല എന്നത് എന്തോ ഭാഗ്യം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ, അല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഇത് സംഭവം നടന്ന ടൈം 2 മണി 3 മണിന്റെ ഇടയിലാണ്. ആ ടൈമിൽ വളരെയധികം വണ്ടികൾ കുറവായത് കാരണത്താലാണ്. അല്ലാത്ത ദിവസങ്ങളിൽ ഇവിടെ മുതൽ 100 മീറ്റർ വരെ ദിവസവും ബ്ലോക്കാകുന്ന, എപ്പോഴും വണ്ടികൾ ബ്ലോക്കാകുന്ന രീതി ഉണ്ടാകാറുള്ളത്. അപ്പോൾ ആ സമയം ആയതുകൊണ്ടാണ് വണ്ടികൾ 3-4 വണ്ടിയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നിട്ടുള്ളൂ. ആ മൂന്ന് വണ്ടികളാണ് ഇതിൽ ഉൾപ്പെട്ടത്. തീർച്ചയായും ആ തരത്തിലായിരുന്നു അപകടം സംഭവിച്ചപ്പോഴുള്ള കാര്യം. ഇപ്പോൾ അടുത്തൊരു പ്രദേശവാസി കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്ന കാര്യമായിരുന്നല്ലോ ഇവിടെ ഈ തരത്തിൽ റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രയാസം. നിങ്ങളുടെ വീട്ടിലേക്ക് എന്ത് ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായിരുന്ന സമയത്ത്? വീട്ടിലേക്കാണ് ഇവര് ഡ്രൈനേജ് ഫുൾ ഇട്ടത്. കണക്ഷൻ ഇട്ട സമയത്ത് തന്നെ ഞാൻ പറഞ്ഞ് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി വരും എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു നിലവിലുള്ള ഡ്രൈനേജ് ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റൂലായിരുന്നു. അന്നേരം ഞാൻ അവരോട് പറഞ്ഞു നിലവിലുള്ള ഡ്രൈനേജിൽ കൂടെ വെള്ളം വരാറില്ല, റോഡ് മൊത്തത്തിൽ പോവാറുള്ളായിരുന്നു. അപ്പൊ ഇത് പ്രയാസപ്പെടും ഞങ്ങൾക്ക് എന്നുള്ളത്. അങ്ങനെ ഒരു പ്രാവശ്യം മതില് ഹോള് കുത്തിയാണ്ട് മുറ്റൊക്കെ കിടന്ന് ഞങ്ങളെ വീടിന് തന്നെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ലാസ്റ്റ് ഈ മിനിയാന്നത്തെ മഴക്ക് ശരി. ഓക്കെ, ആ തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഇവരും അനുഭവിക്കുകയാണ്. പ്ലെയർ നഗർ പഞ്ചായത്ത് വൈസ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയ്ക്കുണ്ടായ സംഭവമാണോ ഇത്? ഞങ്ങളുടെ വീട് ഇരുത്തും, കിണറിനും ബുദ്ധിമുട്ടാണ്. കിണറിലെ വെള്ളം മലിനാവാണ്. അപ്പൊ അതിനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഇതെന്തെങ്കിലും ഒരു പരിഹാരം എനിക്കും ചെയ്തു തരണം. അത്രമേൽ അശാസ്ത്രീയമായിട്ടായിരുന്നു ഈ പ്രദേശത്തെ റോഡ് നിർമ്മാണം എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ ഡീബാർ ചെയ്തിരിക്കുകയാണ് KNRCയെ. ഇനി എന്താണ് തുടർ നടപടി? ഞങ്ങൾക്ക് പാലമല്ലാതെ വേറെ ഒരു ഇതുമില്ല. ഞങ്ങൾ 2 വർഷത്തോളമായി ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഞങ്ങൾ പല രീതിയിലും പരാതികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും അവർ സ്വീകരിക്കാതെയാണ് ഈ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. തീർച്ചയായും അങ്ങനെയാണ്. അതായത് നിരന്തരം പരാതി കൊടുത്തു, ഒന്നും പരിഗണിച്ചില്ല. ഒടുവിൽ ഈ തരത്തിൽ ദുരന്ത പര്യവസാനിയായി മാറിയിരിക്കുകയാണ് ഈ കൂരിയാട് ദേശീയപാത. സേഫു.